ഞാനിന്നൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് എണ്ണയിലൊന്നും വറുത്തും അതുപോലെ പഞ്ചാരപ്പാവിലൊന്നും ഇട്ടുങ്ങാണ്ട് വറുത്ത് കുഴച്ച് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. കുട്ടിയും കുറച്ചൊക്കെ ഇടാം. ഞാനൊരു 1.5 കപ്പ് ഇട്ടിട്ടുള്ളൂ. ഒരു പാകത്തെ മധുരമാണ്. അതിലേക്കൊരു 4 ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പിസ്തയുടെ എസൻസാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അതൊരു 4 തുള്ളിയായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ടൈഗറിൻ്റെ പിസ്തേൻ്റെ എസൻസാണ്. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു നുള്ളു ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കേകി വാരി വെച്ച ഒരു 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് ചെറിയ നുറുക്ക് ഗോതമ്പാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഉഷാറ് തോന്നിയിട്ടില്ല. അതിങ്ങനെ ഒരു പെട്ടെന്നൊരു അലിഞ്ഞ പോലെയാണ് തോന്നിയത്. അപ്പം ഈ ലഡു ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് എഴുതിയിട്ട് ഞാൻ ലഡു ഉണ്ടാക്കിയതാണ്. നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഞാനൊരു 10 മിനിറ്റോളം സിമ്മിലാക്കിയിട്ടൊന്ന് മൂടി വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തണുക്കാൻ വെക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളത് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു തളിക വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊന്ന് കോരി ഒഴിക്കുകയാണ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉരുളയാക്കി എടുക്കേണ്ടത്. ഗോതമ്പത്തിൻ്റെ കൂട്ടെല്ലാം ഞാനിതിൽ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിതിലേക്കൊരു 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെച്ച് വേവിച്ചപ്പം. അത് ഞാൻ വീഡിയോയിൽ വിട്ടു പോയതാണ്. അപ്പോൾ ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ലൊരു മയം കിട്ടും. നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടും നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അങ്ങനെ കയ്യുമ്പോൾ ഒട്ടൊന്നുമില്ല, നല്ല ഉരുളകളാക്കി തന്നെ നമുക്ക് എടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നാൽ അതിൻ്റെ കുറച്ചൊരു ഈർപ്പുണ്ട്, അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഡു ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തേങ്ങാപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരല്പം തേങ്ങാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഫൈനായിട്ടുള്ള പൊടിയല്ല, കുറച്ച് തരിയോട് കൂടിയുള്ള ഒരു പൊടിയാണ്. അപ്പോൾ അതിലൊന്നിങ്ങനെ മുക്കിയെടുത്താൽ കാണാനും നല്ലൊരു ഭംഗിയാണ്. അത് കഴിക്കുമ്പോൾ ആ തേങ്ങൻ്റെ ആ ഒരു ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാ ലഡുവും ഇതേപോലെ ഒന്ന് ഇതിലൊന്ന് മുക്കിങ്ങാണ്ട് എടുക്കാം. അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മിക്ക കിറ്റുകളിലും ഈ ഒരു നുറുക്ക് ഗോതമ്പുണ്ട്. നമുക്ക് 4 മണിക്കൊക്കെ മക്കൾക്ക് ഈ ഒരു രീതിയിൽ ലഡുവൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം ഞാനെല്ലാ ലഡുവും ആ ഒരു തേങ്ങാൻ്റെ പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു മുന്തിരി ഞാൻ വെക്കുന്നുണ്ട്. കറുത്ത ക്രിസ്മസ് മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നാലും അത് കടിക്കുമ്പോൾ ഇതൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാതും ഞാൻ മുന്തിരിയൊക്കെ എല്ലാ ലഡുവിൻ്റെയും മുകളിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.